ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമാണ് മഹാഭാരതമെന്നും രചിച്ചത് വ്യാസമഹർഷിയാണെന്നും 18 പർവ്വങ്ങൾ മഹാഭാരതത്തിലുണ്ടെന്നും നമ്മൾ പറഞ്ഞു. കൂടാതെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. മഹാഭാരതത്തിലെ 6ാമത്തെ പർവ്വമായിട്ടുള്ള ഭീഷ്മപർവ്വത്തിന്റെ ഭാഗമാണ് ഭഗവത്ഗീത എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് യുദ്ധഭൂമിയിൽ കൊടുക്കുന്ന കുറേയധികം ഉപദേശങ്ങളാണ് ഭഗവത്ഗീതയുടെ പശ്ചാത്തലമായിട്ട് വരുന്നത്. ഇതിൽ മൊത്തം 18 അധ്യായങ്ങളാണ് ഉള്ളത്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണ്, 700 ശ്ലോകങ്ങളുമുണ്ട്. ഈ അധ്യായങ്ങൾ 6 6 എന്ന രീതിയിൽ തിരിച്ച്, അതായത് ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗവും അതിനുശേഷം മധ്യത്തിലെ 6 അധ്യായങ്ങൾ ഭക്തിയോഗവും അവസാനത്തെ 6 യോഗങ്ങൾ യോഗവുമാണ്. അപ്പോൾ നമ്മൾ ഈ അധ്യായങ്ങളെ യോഗം എന്നാണ് പറയുന്നത്. അധ്യായങ്ങള് യോഗം എന്നാണ്, ഭഗവത്ഗീതയിലെ അധ്യായങ്ങള് യോഗം എന്നാണ് അറിയപ്പെടുന്നത്. ഉപനിഷത്തുകളുടെ ഉപനിഷത്ത് എന്നറിയപ്പെടുന്നതാണ് ഭഗവത്ഗീത. അതുപോലെ മഹാഭാരതത്തിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്നതാണ് ഭഗവത്ഗീത. അപ്പോൾ ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്നത് ഭഗവത്ഗീതയാണ്. അപ്പോൾ യുദ്ധഭൂമിയിൽ അർജുനൻ പകച്ചു നിൽക്കുന്ന സമയത്ത്, കൺഫ്യൂസായി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നത് മൂലം അർജുനനെ കുറച്ചുകൂടെ അർജുനന് ആ ഒരു ധൈര്യവും ഒക്കെ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരികയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ഭഗവാൻ ശരിക്കും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അത് തന്നെയാണ് ഈ ഒരു ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം ഒരു മതഗ്രന്ഥം എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ സന്ദർഭത്തെയും നേരിടേണ്ടത്, എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, കൺഫ്യൂസ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഭഗവത്ഗീത വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം അതിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് പല മഹാത്മാക്കളുടെ ജീവിതത്തിലും ഭഗവത്ഗീത ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. മഹാത്മാഗാന്ധിജി മാതാവിനെ പോലെ കണക്കാക്കിയ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി രചിച്ച വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. അതുപോലെ തന്നെ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.